ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ? ചോറിന് പറ്റിയൊരു സൈഡ് ഡിഷാണിത്. തൈര് സാദത്തിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് യോജിച്ച് പോകുന്ന ഒന്നാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഇതിനെന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ജീരകം, ഒരു നുള്ളി ജീരകം മതി, അത് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി മൊരിയട്ടെ. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കീറിയത് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ ചെറുതായി നുറുക്കിയത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് 2 എണ്ണം കൂടുതൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു വലിയ സവാളയാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വല്ലാതെ മൂത്ത് പോകണ്ട. ഒരു കണ്ണാടി പരുവം ആകുന്ന സമയം വരെ നമുക്ക് 1 മിനിറ്റ് സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പാവയ്ക്ക ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം മുറിച്ചാൽ മാത്രം മതി. നേരത്തെ മുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല, കയ്പ്പ് കൂടും. ഞാനിത് ഇപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പാവയ്ക്കയാണ്, വലിയ പാവയ്ക്കയാണ്. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ സ്ലൈസായിട്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പാവയ്ക്ക മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വറ്റൽമുളകൊക്കെ ഇട്ട കൂട്ടത്തിൽ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതിൽ ഉപ്പ് ചേർക്കണം. ഒരു 1/2 ടീസ്പൂണിൽ കുറവ് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെക്കാം. കൊച്ചു കുട്ടികളെ പാവയ്ക്ക ശീലിപ്പിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് കൊടുത്ത് ശീലിപ്പിക്കാം. പിന്നെ അവരത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുരം മാറ്റി സാധാരണ പോലെ കൊടുക്കാം. പിന്നെ പാവയ്ക്കയിൽ തീരെ കയ്പ്പ് വേണ്ടാത്തവർക്കായിട്ട് ഞാനൊരു ടിപ്സ് പറയാം. നേരത്തെ തന്നെ പാവയ്ക്ക മുറിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് പിഴിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നോക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാവയ്ക്ക വെന്തിട്ടുണ്ട്, പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞ് വരണം. പിന്നെ ഇതിൽ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനതൊന്നും ഇപ്പം ചേർക്കുന്നില്ല. ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം വീണ്ടും. ഇനി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. പാവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയെങ്കിൽ ഇപ്പം തന്നെ വാങ്ങാം. കുറച്ചുകൂടെ മൊരിയണം എന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് വെച്ച് കൊടുക്കണം തീയിൽ. ഞാനൊരു 2 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാൻ പോവാണ്. ഒന്ന് അടച്ചു കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. പാവയ്ക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. കണ്ടോ, എളുപ്പത്തിൽ നമ്മളൊരു അടിപൊളി പാവയ്ക്ക ഫ്രൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചോറിനൊക്കെ പറ്റിയതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഒരു പാവയ്ക്കയും ഒരു സവാളയും ഉണ്ടെങ്കിൽ വേഗം ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയുമാണ്. കയ്പൊന്നും വലുതായിട്ട് അറിയുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.